ഹലോ ഗൈസ്, ഞാനിന്ന് കട്ട കലിപ്പിലാണ് കേട്ടോ. ഞാനിന്ന് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റെ കുഞ്ഞ് കൃഷി കാണിക്കണേ. ഇത് കണ്ട അന്ന് ഞാൻ കാണിച്ച സീതപ്പഴം പുള്ളിക്കാരൻ ഇതാ കണ്ട നിറച്ചുണ്ടായിരുന്നല്ല അന്ന് കാണിച്ചപ്പോഴത്തേക്ക്. ആ വീഡിയോയിൽ നിറച്ചുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊരു മാവ് വന്ന് വീണ് മൊത്തം എന്താണ്ട് അവിടെ നിന്ന കംപ്ലീറ്റ് കായും. കുറച്ച് കായുണ്ട് നിന്നിട്ട് ബാക്കി എല്ലാം തൊഴിഞ്ഞു പോയി, എല്ലാം മൂട്ടിൽ വീണ്. പിന്നെ ശേഷിച്ചത് കുറച്ച് കാ മാത്രം ഉണ്ടല്ലോ വലുതായേ. ഇത് പലരെയും വീട്ടിൽ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തായിരുന്നു. ആ പിന്നെ എന്താ ചെറിയ പാവല്. ഇത് പറ്റിയത് വേറൊന്നുമല്ല, ഇവിടെ നിന്നൊരു മാവ് വന്ന് മുറിഞ്ഞ് വീണ് അങ്ങനെ കംപ്ലീറ്റ് പാവയ്ക്കയും പാവലിൻ്റെ വള്ളി നഷ്ടപ്പെട്ടു. വലുതായിട്ട് കാച്ചു നിന്നത് കണ്ടോ. ഇതിപ്പോൾ ചെറുത് കണ്ട, മാവിൻ്റെ അല്ല കണ്ട, ഇത് കണ്ട മാവ് മുറിഞ്ഞ് വീണതാണ് ഇതിൻ്റെ മീതെ കൂടെ. അങ്ങനെ കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് ഏകദേശമൊക്കെ പാവയ്ക്ക് ചെറിയ പാവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. കണ്ട, ഇത് കണ്ടോ, കണ്ട പാവയ്ക്ക് ഇരിക്കണത് ചെറുത്. അതുപോലെ ഇത് കണ്ടോ, ഇങ്ങനെ കുഞ്ഞു പാവയ്ക്കുകൾ ഉണ്ട്. ഇത് കണ്ട തീരെ കുഞ്ഞന്മാർ കണ്ട, കണ്ടാ ഇങ്ങനെ കുറേ ഉണ്ടേ. പിന്നെ ഇതിന് ഞങ്ങൾ ഇട്ട വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതാണ്ട് ഇവിടെ ഒന്ന് ഇപ്പോണ്ട്. ഇതുണ്ടോ ചെറിയ പാവയ്ക്ക, ഇതാണ്ട ഉണ്ട്. ഇപ്പോഴേ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ഇട്ട വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആട്ടുംകാരവും ചാണകവും. അപ്പോൾ ആട്ടുംകാരം ഇതുപോലെ പിന്നെ കോഴിക്കാരം ഇട്ടായിരുന്നു. ആട്ടുംകാരം ഉള്ള വീട്ടിൽ പോയി കൊണ്ടുവന്ന് ഇട്ട് പിടിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ടാക്കി വന്നപ്പോഴത്തേക്കാണ് മുറ്റത്ത് നിന്നൊരു മാവ് അതിൻ്റെ മീതെ കൂടെ വീണ്, ഈ പാവലിൻ്റെ മീതെ കൂടെ വീണ് മൊത്തവും ഫിനിഷായത്. അതായത് എല്ലാ വള്ളിയിൽ നിന്നാ കണ്ട മിക്ക വള്ളിയും ഉണങ്ങി ഇല്ലാതായിപ്പോയി. കണ്ട പഠിച്ച് ഇതുകൊണ്ട് ഈ നിൽക്കുന്ന വള്ളിയിലാണെങ്കിൽ നല്ല സെറ്റ് പാവയ്ക്ക് ഉണ്ടാവുന്നതാണ്, പക്ഷെ നശിച്ചു പോയി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ പച്ച കളറിലെ, പച്ച എന്ന് പറഞ്ഞാൽ നല്ല പച്ചയിലെ പച്ചയും ചെറിയ വെള്ളയും കളറിലുള്ള, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു വീഡിയോയിൽ, മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ കളറുള്ള പാവയ്ക്കായിരുന്നു. വലിയ നീളമില്ലെങ്കിൽ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു ഉള്ള പാവയ്ക്കായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ 3 മൂടുണ്ട്. ഈ 3 മൂടിൽ 2 മൂട് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ഒരു മൂടിന് ഇതുപോലെ കണ്ട ഈ നിൽക്കുന്നത് ഇതിന് മാവ് പുഴുതു വീണ് ഫിനിഷാക്കി കളഞ്ഞ്, കണ്ട ഇല്ലാതാക്കി കളഞ്ഞ് തീർത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ നിൽക്കുന്നത് ആകെ 2 മൂടാണ്. കണ്ട 3 മൂടിൽ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ട ഇതാ ഇങ്ങനെ ആയിപ്പോയി വള്ളി. ഇത് കണ്ടോ ഇതിൽ പച്ച കളറെങ്കിലും വെള്ള കലർന്നിട്ടുണ്ടായിരുന്നു പാവയ്ക്ക. നല്ല രുചി ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കയ്പില്ലാത്തതുകൊണ്ടാണ് കഴിച്ചത്. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ വെറും വെള്ള കളറുള്ള പാവൽ വള്ളി ഉണ്ട്. അതിൻ്റെ കായാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം അതൊന്ന് കാണിക്കാം. ഇത് കണ്ടോ നിൽക്കുന്നത്, ഇത് കണ്ടോ വെറും വെള്ളയാണ്. ഇന്നതിനെ എടുക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് കണ്ടോ ഇതും വെള്ളയാണ്. അപ്പോൾ ഇതിൽ 3 വള്ളി, ഈ നിൽക്കുന്നതിൽ 3 തരം വള്ളിയുണ്ട്. ഒന്ന് ഈ വെള്ള, പിന്നെ പച്ചയിൽ വെള്ള കലർന്നത് കണ്ടല്ല, പച്ചയിൽ വെള്ള കലർന്നത്, വെറും പച്ച, അങ്ങനെ 3 വള്ളി ഉണ്ടായിരുന്നു. പച്ചയിൽ വെള്ള കലർന്ന വള്ളിയും പോയി, നഷ്ടപ്പെട്ട്. പച്ച മാത്രമുള്ളതും ഇതുപോലത്തെ വെള്ളയും ഉണ്ട്. അങ്ങനെ 2 വള്ളിയുണ്ട്. അങ്ങനെ ഇതിലൊരു പ്രത്യേകത ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ വെള്ള കിട്ടിയത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. പച്ചയിൽ വെള്ള കലർന്ന നല്ല രുചിയുള്ളത്, കയ്പൊന്നുമില്ലാത്തത്
മുന്നേ ഞാൻ 2 പ്രാവശ്യം വീഡിയോ കാണിച്ചായിരുന്നു, വെറും പച്ചയും കാണിച്ചായിരുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത് കണ്ടാ, ഇത് പച്ചയാണ് കേട്ടാ, പക്ഷെ ഇല്ലാതായി. ഇത് വെറും പച്ചയാണ്, ഇതില്ലാതായി കണ്ടോ. ഇത് ചെറിയ മറ്റേ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ആഫ്രിക്കൻ ഒച്ച് ഇതിൽ കയറി. അതിനുശേഷം ആ കയറിയ വള്ളി വരെ നഷ്ടപ്പെട്ടു. ഓക്കെ, അതുകൊണ്ടാ മാവ് തണ്ട, നമുക്ക് ഈ മാവ് ഒന്ന് പുഴുത് വീണതാണേ, കാണിച്ചു തരാമേ. ഈ മാവ് കണ്ടാ, മോട് ഇവിടെ നിന്ന മാവ് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ മാവി കയറണതും മാവി തൂങ്ങണതും ഒക്കെ കണ്ടാ. ഈ മാവ് പുഴുത് വീണാണ് പാവലെല്ലാം നഷ്ടപ്പെട്ടത്. പിന്നെ ഒരു കാര്യം, നമുക്ക് കാന്താരി മുളകിൻ്റെ തൈ ഇതിലധികവും ഇവിടെ ഉണ്ട്. ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ തരും. നിങ്ങൾക്ക് കണ്ടോ, ആവശ്യത്തിലേറെ കാന്താരി മുളകിൻ്റെ തൈയുണ്ട്. ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നതാണ്. എങ്ങനെ എത്തിക്കും ചേട്ടാ? ഫ്രീ ആയിട്ട്. ഓക്കെ, ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, കാന്താരി മുളക് തൈ അയച്ചു തരും. കൊറിയർ ചാർജ് നിങ്ങൾ ഈടാക്കണം. ഓക്കെ, ആവശ്യം പോലെ കാന്താരി മുളക് തൈ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാമേ, ഉണ്ടോ, ഇതിൽ അധികവും ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഈ പാവലിൻ്റെ ഇപ്പോൾ കാണിച്ചില്ലേ പാവലിൻ്റെ പുള്ളിക്കാരൻ്റെ കഴുത്ത് കണ്ടിക്കണ്ടേ? നമ്മളെന്തായാലും ഇത് വെക്കാൻ പോകുന്നു, കറി വയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. കതി അറുത്തില്ലെങ്കിലേ വള്ളി ഒടിയും കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.